മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. മധുരം ജീവിത സായാഹ്നം എന്ന ഈ എപ്പിസോഡിലേക്ക് ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോൾ അവരെ ഭാരമായി ശല്യമായി കരുതുന്ന ഒരു തലമുറയാണുള്ളത്. എന്നാൽ ഒരു നല്ല കുടുംബം, അവിടെ മാതാപിതാക്കളെ നിധിയായി ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന മക്കളുള്ള കുടുംബമുണ്ട്. അതുപോലൊരു നല്ല കുടുംബത്തെ ഇന്ന് നമുക്ക് പരിചയപ്പെടാം. കോതമംഗലം രൂപതയിലെ മാറിക സെൻറ് ജോസഫ്സ് ഫൊറോന ഇടവകയിൽപ്പെട്ട കരിമ്പടക്കുഴിയിൽ ജോർജ് ചേട്ടൻ്റെയും റോസമ്മ അമ്മയുടെയും കുടുംബമാണ്. രണ്ടുപേരും റിട്ടയർ ചെയ്ത അധ്യാപകരാണ്. അവർക്ക് ദൈവം 2 മക്കളെ നൽകി, ഒരു മകനും ഒരു മകളും. ഈ 2 പേരും അവർക്ക് ഈ അധ്യാപകരായ മാതാപിതാക്കൾ നൽകിയ അടിത്തറ വളരെ ശക്തമാണ്. ആത്മീയമായ അടിത്തറ, സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുടെ അടിത്തറ, അതിന്മേൽ പണിയപ്പെട്ട ഒരു അനുഗ്രഹീത ഭവനം. അവിടെ ഈ മക്കൾ മാതാപിതാക്കളെ അതുപോലെ തന്നെ അനുഗ്രഹമായി കരുതുന്ന മക്കളും. ആ കുടുംബത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇത് കരിമ്പടക്കുഴിയിൽ KM ജോർജ് റോസമ്മ ദമ്പതികളുടെ ഭവനം. എറണാകുളം ജില്ലയിലെ മാരികയിലാണ് ഇവരുടെ ഭവനം സ്ഥിതി ചെയ്യുന്നത്. സെന്റ് ജോസഫ് ഫൊറോന ചർച്ച് മാരിക ആണ് ഇവരുടെ ഇടവക ദേവാലയം. ഇതാണ് ജോർജ് റോസമ്മ ദമ്പതികൾ. പ്രാർത്ഥന നിർഭരമായ ജീവിതത്തിലൂടെ കുടുംബത്തിൽ ദൈവാനുഗ്രഹം നേടിക്കൊടുക്കുന്നവരാണിവർ. പ്രിയ സഹോദരങ്ങളെ, ഈ മാതാപിതാക്കൾ, നമുക്കറിയാം, ഈ പിതാവ് കാറ്റഗിസം പഠിപ്പിച്ചിരുന്ന വിശ്വാസ പരിശീലനത്തിൽ പങ്കുവഹിച്ചിരുന്ന ആളാണ്. അതോടൊപ്പം തന്നെ 2 പേരും അധ്യാപകരുമാണ്. ഇത്തിരി അനുഭവ സമ്പത്തുണ്ട്. നമുക്ക് ഇവരോട് ചില വിശേഷങ്ങൾ ചോദിച്ചറിയാം. സാറിനോട് ചോദിക്കട്ടെ, ഈ 57 വർഷം നിങ്ങളുടെ കുടുംബജീവിതം ഉണ്ടായിരുന്നു. ഈ 57 വർഷത്തെ ജീവിതത്തിൽ എങ്ങനെ നിങ്ങൾക്ക് അത് അനുഭവപ്പെടുന്നു? ഇടയ്ക്ക് നിങ്ങൾ സ്നേഹവും നിങ്ങളെവിടെയെങ്കിലും ഇടയ്ക്ക് വഴക്കുണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് എങ്ങനെ പരിഹരിച്ചു? അത് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് മക്കൾക്കൊരു മാതൃകയായി? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 57 വർഷമായി. അതിൽ പിന്നീട് ഇന്ന് വരെയും യാതൊരു അവസരവും ഉണ്ടായിട്ടില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. എന്ത് ചെയ്യണമെന്ന് എന്നോട് എൻ്റെ ഭാര്യ പറഞ്ഞാൽ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്താലും അതെന്താ അങ്ങനെ ചെയ്തതെന്ന് ഇതുവരെ അവൾക്ക് ചോദിക്കേണ്ട ആവശ്യം വന്നിട്ടുമില്ല. പിന്നെ എൻ്റെ മക്കളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഔദ്യോഗികമായിട്ട് പറഞ്ഞാൽ എനിക്ക് 2 മക്കളെന്ന് പറയുമെങ്കിലും എനിക്ക് 4 മക്കളുണ്ട്. അവർ 4 പേരും മക്കളായിട്ട് കണ്ടിട്ടുള്ളൂ. ടീച്ചറോട് ചോദിക്കട്ടെ, ഈ അമ്മയുടെ ജീവിതത്തിൽ ഏറെ സന്തോഷമുള്ള ഒരു അനുഭവം എന്താണ്? ഇപ്പോൾ സന്തോഷമാണോ സമാധാനമാണോ? അത് എന്തുകൊണ്ടാണ് എന്ന് പറയാമോ?
എനിക്ക് ഒത്തിരി സന്തോഷിക്കാൻ അറിയത്തില്ലാത്ത ഒരാളാണ്. എന്തെങ്കിലും വിഷമം വന്നാൽ വളരെ അത് എന്നെ ബാധിക്കുകയും ഞാൻ തളരുകയും ചെയ്യുന്നതാണ്. പക്ഷേ ഈ അപ്പത്തിൻ്റെ എൻ്റെ ഭർത്താവിൻ്റെ ബലം കൊണ്ട് മാത്രമാണ് പിന്നെ ഞാനിങ്ങനെ ജീവിച്ചു പോന്നിട്ടുള്ളത്. എൻ്റെ മക്കളെക്കുറിച്ച് പുറത്തുള്ളവർ പറയുന്ന അഭിപ്രായം ആണ് എൻ്റെ അഭിമാനം. എല്ലാവരും പറയുന്നത് നിങ്ങളെപ്പോലെ ഭാഗ്യമായിട്ട് ആരുണ്ടെന്ന്. മക്കളുടെ മക്കളും എല്ലാം ഒരുമിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അതൊരു വലിയ ഭാഗ്യമാണ് ഇന്നത്തെ കാലത്ത്. എനിക്ക് ഇത്രയും വലിയൊരു ഭാഗ്യം ദൈവം തന്നതിന് ഞാൻ എന്നും ദൈവത്തോട് അനുഗ്രഹമുള്ളവനാണ്. പള്ളിയിലും എല്ലാവരും പറയും ജോസ് സാറിന് ഇത്രയും തീക്ഷ്ണതയുള്ള ഒരു വിശ്വാസമുണ്ട്. എന്ത് പറഞ്ഞാലും എന്ത് തിന്മയായ കാര്യങ്ങൾ നമുക്ക് സഹിക്കാൻ മേലാത്ത കാര്യം വന്നില്ല, നന്മയ്ക്കാണത്. അത്രയും കടുത്ത ദൈവവിശ്വാസം ഞങ്ങളുടെ വല്യപ്പനും അങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്. വലിയ കടുത്ത ദൈവവിശ്വാസം. പ്രിയമുള്ളവരെ, നമ്മൾ കേട്ടല്ലോ രണ്ടുപേരും പറഞ്ഞത്. ആദ്യം പറഞ്ഞ മെയിൻ ഒരാശയം നമ്മൾ മറന്നു പോകരുത്. വാസ്തവത്തിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഇവരെ കണ്ടുപിടിക്കണം. ഒരു തുറന്ന പുസ്തകം പോലെയാണ്. എങ്ങനെയാണ് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം എങ്ങനെ കരുതണം, ഒറ്റ മനസ്സും ഒരു ഹൃദയവുമായിട്ട് ജീവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മക്കളെ അതുപോലെ വളർത്താൻ കഴിഞ്ഞു എന്നുള്ള, മക്കളും അതുപോലെയാണ്, ഒറ്റ ഹൃദയം ഒരു മനസ്സുമായിട്ട് ആ ഒരു അനുഭവം. അതുപോലെ തന്നെ ഇവർക്ക് ഒരിക്കലും പരസ്പരം കലഹിച്ച് ഒരു ഭിന്നതയുടെ ഒരു അനുഭവം ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മളൊക്കെ പഠിക്കേണ്ട ഒരു പാഠമാണ്. മാതാപിതാക്കന്മാർ വാസ്തവത്തിൽ അവരുടെ വാക്കുകൾ കേട്ടല്ലോ, ഞാൻ കൂടുതൽ പറയുന്നില്ല. നമ്മളൊക്കെ അനുകരിക്കേണ്ട വലിയൊരു മാതൃകയാണ് ഈ കുടുംബം. ദൈവം ഇവിടെ വസിക്കുന്നുണ്ട്. സ്നേഹം എവിടെയുണ്ടോ അവിടെ ദൈവമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ദൈവാനുഗ്രഹമുള്ള ഒരു കുടുംബമാണ്. ആ കുടുംബം എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ദൈവകൃപയാൽ അനുഗ്രഹീതമായ കുടുംബമാണ് ഇവരുടെ കുടുംബം. മക്കളെല്ലാവരും പൊന്നുപോലെയാണ് ഇവരെ പരിപാലിക്കുന്നത്. അത് അവരുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാം. ഞാൻ ബെന്നി, കൂടെയുള്ളത് എൻ്റെ ഭാര്യ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 27 വർഷം കഴിഞ്ഞു. 96-ലായിരുന്നു. 28-ാമത്തെ വർഷമായി. 2 മക്കളുണ്ട്. 2 പേരും എഞ്ചിനീയറിംഗ്. ഒരാൾ ആർക്കിടെക്റ്റ് തന്നെയാണ്, എൻ്റെ റൂട്ടിൽ തന്നെയാണ്. ഞാൻ ആർക്കിടെക്റ്റാണ്, എൻ്റെ മോനും ആർക്കിടെക്റ്റാണ്. PG കൂടെ കഴിഞ്ഞു. 2ാമത്തെ ആൾ കമ്പ്യൂട്ടർ സയൻസ് ഫൈനൽ ഇയറായി. ഞാനാണ് വീട്ടിലെ മകൻ. അപ്പച്ചനും അമ്മച്ചിക്കും ഞങ്ങൾ 2 പേരാണ് ഉള്ളത്. ഞാനും എൻ്റെ പെങ്ങളും മാത്രമേ ഉള്ളത്. പക്ഷേങ്കിൽ തുടക്കം തുടങ്ങി ഞങ്ങളുടെ ഉള്ള ഒരു അറ്റാച്ച്മെൻ്റ് എന്ന് വെച്ചാൽ സ്കൂളിൽ പോകുന്ന കാലം തുടങ്ങി. അപ്പച്ചനും അമ്മച്ചിയും ടീച്ചേഴ്സായിരുന്നു. അവരുടെ കൂടെ ഞാനും എൻ്റെ പെങ്ങളും 4 പേരും കൂടെ ഒന്നിച്ച് രാവിലെ സ്കൂളിലേക്ക് പോവുക, തിരിച്ചു വരിക. അങ്ങനെ എപ്പോഴും പേരൻസിൻ്റെ കൂടെയുള്ള ഒരു ജീവിതമായിരുന്നു ഞങ്ങളുടെ ജീവിതം. രൂപപ്പെടുത്തിയതും നമ്മുടെ വിശ്വാസ ജീവിതം പഠിപ്പിച്ചു തന്നതുമെല്ലാം അപ്പച്ചനും അമ്മച്ചിയും കൂടെ കൂടിയാണ്. എൻ്റെ വിദ്യാഭ്യാസം തുടങ്ങുന്നത് തന്നെ മാറിയ മഠത്തിൻ്റെ SABS ഗവൺമെൻറ്റിൻ്റെ നഴ്സറിയിലാണ്. എൻ്റെ പെങ്ങൾ എന്നെക്കാളും 2.5 വർഷം ഇളയതാണ്. എൻ്റെ മടിയിലിരുന്നാണ് നഴ്സറിയിൽ ഞാൻ 1ാം ക്ലാസ്സിൽ പോകുമ്പോൾ പോലും ഞാൻ ഇടയ്ക്ക് അവിടെ ചെല്ലുമ്പോൾ എൻ്റെ മടിയിലിരുന്നാണ് നഴ്സറി സ്കൂളിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു സന്തോഷം ഇപ്പോഴും എന്നുവെച്ചാൽ എല്ലാ കാര്യത്തിലും അന്ന് തുടങ്ങി ഇന്ന് വരെ എന്നും പെങ്ങൾ എനിക്കും ജീവനാണ്, പെങ്ങൾക്ക് ഞാനും ജീവനാണ്. അതുപോലെ ഒരു അറ്റാച്ച്മെൻറ്റ് ഞങ്ങൾക്ക് ഫാമിലിയിലുള്ളതാണ്. ഞങ്ങളുടെ പേരൻസ് ആണെങ്കിലും എല്ലാ കാര്യത്തിലും ഞങ്ങളെ വളരെ കരുതലോടു കൂടിയാണ് കാണുന്നതും. ഞങ്ങൾക്കും അങ്ങനെ തന്നെ. എൻ്റെ പേര് ബെറ്റ്സി. ഞാനിവിടെ മകൻ്റെ വൈഫാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 28 വർഷമായി. ഞാനിവിടെ വന്നപ്പോൾ ഒരു പുതിയ വീട്ടിലേക്ക് വന്നതായിട്ട് പോലും എനിക്ക് തോന്നിയില്ല. അത്രയും സ്നേഹത്തോടെ സ്വാതന്ത്ര്യത്തോടെയാണ് ഇവരെന്നെ കരുതുകയും പരിപാലിക്കുകയും എല്ലാം ചെയ്തത്. എൻ്റെ അപ്പച്ചൻ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 3 മാസമായപ്പോൾ മരിച്ചുപോയി. പക്ഷേ എനിക്ക് അപ്പച്ചനില്ല എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അത്രയും സ്വന്തം അപ്പച്ചനെ പോലെ തന്നെയാണ് അപ്പച്ചൻ എന്നെ കണ്ടതും ഞാൻ അപ്പച്ചനെ കണ്ടതും. എൻ്റെ അമ്മ മരിച്ചിട്ടിപ്പം 13 വർഷമായി. പക്ഷേ ഇപ്പോഴും എനിക്ക് മാതാപിതാക്കളില്ലെന്ന് തോന്നിയിട്ടില്ല. അതുപോലെ സ്വന്തം അപ്പനെയും അമ്മയെയും പോലെയാണ് ഞാൻ അവരെ കാണുന്നതും അവരെന്നെ പരിഗണിക്കുന്നതും. സ്നേഹവും വാത്സല്യവും കരുതലും എല്ലാം എനിക്ക് വേണ്ട പോലെ ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു പുതിയ വീട്ടിൽ വന്ന അതൊരനുഭവം ഒരിക്കലും തോന്നിയിട്ടില്ല. അതുപോലെ അപ്പച്ചൻ ഞാൻ കണ്ട ഗുണങ്ങൾ, അപ്പച്ചൻ തൻ്റെ വിശ്വാസം, അതുപോലെ ദൈവാശ്രയബോധം, അതൊക്കെ എന്നെ ഒത്തിരി സ്പർശിച്ചിട്ടുണ്ട്. എന്ത് കാര്യമാണെങ്കിലും പ്രാർത്ഥനയിൽ ആശ്രയം തേടാനും അതുപോലെ എല്ലാം ദൈവം നന്മയ്ക്കായിട്ടാണ് വരുത്തുന്നത്, അല്ലാണ്ട് ഒരു ദോഷവും ദൈവം നമുക്ക് ആർക്കും വരുത്തില്ല എന്നെപ്പോഴും പറയും. പിന്നെ
മറ്റുള്ളവരെ അറിഞ്ഞ് സഹായിക്കുന്നതിൽ അത് ആരും കൊട്ടിഘോഷിച്ചൊന്നുമല്ല, വളരെ സൈലൻ്റായിട്ട് തന്നെ ആവശ്യക്കാരെ കണ്ടറിഞ്ഞ് സഹായിക്കുന്ന സ്വഭാവം അപ്പച്ചനുണ്ട്. എൻ്റെ പേര് ബെറ്റി. ഞാൻ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ രണ്ടാമത്തെ മോളാണ്. എനിക്കൊരു ചേട്ടനാണുള്ളത്. ഇപ്പം എൻ്റെ കൂടെയുള്ളത് എൻ്റെ ഹസ്ബൻഡ്, 2 കുട്ടികൾ. എന്നെ കല്യാണം കഴിച്ചിരിക്കുന്ന കരിമണ്ണൂരാണ്, പറയുന്നലം കുടുംബത്തിലാണ്. ഇത് മൂത്ത മോളാണ്. അവളെ കല്യാണം കഴിച്ചിരിക്കുന്നതാണ്. 1 മാസമായി കല്യാണം കഴിഞ്ഞിട്ട്. കോതമംഗലത്തെ ഓലിയപ്പുറം ഫാമിലിയിലേക്കാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഇത് രണ്ടാമത്തെ മോളാണ്. ഇവള് പേൾമരിയ. ഇവള് BTech ഫൈനൽ ഇയർ പഠിക്കുകയാണ്. എൻ്റെ അപ്പച്ചൻ്റെ അമ്മച്ചിനെയും പറ്റിയും പറയാനാണെങ്കിൽ അത് ഒരല്പസമയം കൊണ്ടൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റിയതല്ല. സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും കരുതലിൻ്റെയും ഒക്കെ ഒരു ബാല്യം എന്നല്ല, ഇതുവരെയുള്ള സമയം മുഴുവൻ ഞാൻ ആ സ്നേഹം അനുഭവിച്ച് വളർന്നതാണ്. അതിൻ്റെ ഒരു സന്തോഷവും സംതൃപ്തിയും എൻ്റെ ജീവിതത്തിലുടനീളം കണ്ടിട്ടുണ്ട്. അപ്പച്ചൻ എപ്പോഴും വിശ്വാസ ജീവിതത്തിൽ മുന്നേറാൻ വേണ്ടിയിട്ട് ഒത്തിരി മാതൃകൾ, നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറയുമല്ല ചെയ്തിരുന്നു. അപ്പച്ചൻ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് ഞങ്ങൾ അതുപോലെ ആവണം. അവർ ഞങ്ങളുടെ റോൾ മോഡലായിട്ട് ഞങ്ങൾ വളർന്നു വരികയായിരുന്നു. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുമായിരുന്നു ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. അന്ന് അതിന് എളുപ്പമുണ്ടായിരുന്നു. അപ്പച്ചൻ വേദപാഠം 25 വർഷം കണ്ടിന്യൂ, 25 കൂടുതൽ പഠിപ്പിച്ചു. പക്ഷേ 25 വർഷം പൂർത്തിയാക്കിയപ്പോൾ അന്നത്തെ ഒരു അനുമോദനമൊക്കെ പള്ളിയിൽ നിന്ന് കൊടുക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പോൾ ഞാനും പതിവായിട്ട് വേദപാഠത്തിന് പ്രൊഫഷൻസി വാങ്ങാൻ തുടങ്ങുമായിരുന്നു. സ്കോളർഷിപ്പ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു, കാറ്റഗിസത്തിൻ്റെ. അങ്ങനെ എനിക്ക് അത് ഒത്തിരി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രചോദനം കിട്ടിയിട്ടുണ്ട്. അമ്മച്ചിയാണെങ്കിൽ അന്ന് എൻ്റെ കൂട്ടുകാർക്കൊന്നും അറിയില്ലാത്ത ഒരുപാട് പ്രാർത്ഥനകൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്ത് പ്രതിസന്ധി വന്നാലും പ്രാർത്ഥിച്ചാൽ നടക്കും. അതുകൊണ്ട് അടിയുറച്ച വിശ്വാസം എനിക്ക് എന്നും ഉണ്ട്. അത് ഈ വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. ഒരുപാട് ഗുരുതര പ്രശ്നങ്ങൾക്കിടെ രോഗങ്ങൾക്കിടെയൊക്കെ അപ്പച്ചൻ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ എപ്പോഴും ഞങ്ങളോട് പറയും, നിങ്ങൾ വിഷമിക്കേണ്ട. ഞങ്ങൾ അപ്പച്ചൻ ഒരിക്കലും ഒരു ബലം കൊടുക്കേണ്ടി വന്നിട്ടില്ല. അപ്പച്ചൻ ഞങ്ങൾക്ക് ബലം തരികയായിരുന്നു ചെയ്യുന്നത്. അമ്മയുടെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോഴോ ഞങ്ങളുടെ പ്രശ്നങ്ങൾ വരുമ്പോഴോ ഒക്കെ അപ്പച്ചൻ പറയും, ധൈര്യമായിട്ടിരുന്നു, ഒരു കുഴപ്പമില്ല, ദൈവം അറിയാതെ ഒന്നുമില്ല, ഇത് ദൈവത്തിൽ വിശ്വസിച്ച് മുന്നേറിക്കോ എന്ന് ധൈര്യം തരുമായിരുന്നു. ഒരുപാട് പ്രചോദനമാണ് സേവന സന്നദ്ധരായിട്ട് മുന്നേറാൻ, വീടിനും നാടിനും വേണ്ടിയിട്ട് ജോലി ചെയ്യാൻ, സമൂഹത്തിനൊരു നല്ല വ്യക്തിയായിട്ട് മാറാനൊക്കെ അപ്പച്ചൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പഠിപ്പിക്കുക എന്നല്ല, കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത്. അമ്മച്ചിയാണ് പ്രാർത്ഥനകൾ എനിക്കെന്നല്ല, എനിക്കും കുഞ്ഞാഞ്ഞയ്ക്കും ഒക്കെ എന്നും. നിങ്ങൾ ഇവിടെ വീട്ടിലൊരു ജോലി ചെയ്യാനല്ല ഞങ്ങൾ നിർബന്ധിക്കുന്ന, കണ്ണു തുറന്ന് എഴുന്നേറ്റാൽ ഉടനെ പള്ളിയിലേക്ക് പോവുക. തിരുബാല സഖ്യം, മിഷൻ ലീഗ്, ഇങ്ങനെയുള്ള എല്ലാ ഭക്തസംഘടനകളിലും എല്ലാ പരിപാടികൾക്കും ഞങ്ങൾ ആക്റ്റീവായിരുന്നു. കുഞ്ഞാഞ്ഞ ഒരുപാട് എല്ലാ കാലവും ഓൾട്ടർ ബോയ് ആണ്, പള്ളിയിൽ ആയിരുന്നു. അത് തന്നെ മക്കളും തുടർന്നു. അതൊക്കെ ഒത്തിരി ഈ വീടിൻ്റെ നന്മകളായിട്ട് എന്നും ഓർക്കും. ഞാൻ എൻ്റെ കുട്ടികളോട് പറയാറുണ്ട്, ഞങ്ങളുടെ ബാല്യം ഒരിക്കൽ പോലും വഴക്കിട്ടിട്ടില്ല. എൻ്റെ ഏറ്റവും വലിയ കൂട്ടാരാന്ന് ചോദിച്ചാൽ എൻ്റെ കുഞ്ഞാഞ്ഞയായിരുന്നു എന്നും. എൻ്റെ പേര് ജോൺസൺ. വീട് കരിമണ്ണൂരാണ്. വീട്ടുപേര് പറയുന്നതിലും. എനിക്ക് 2 കുട്ടികളാണുള്ളത്. മൂത്തയാൾ എലിസബത്ത് റോസ് ജോ. ഇവള് BTech കഴിഞ്ഞു, കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ 3 കൊല്ലമായിട്ട് TCS ടാറ്റ കൺസൾട്ടൻസി സർവീസിൽ കൊച്ചിയിൽ ജോലി ചെയ്യുന്നു. അവളുടെ കല്യാണം കഴിച്ചിരിക്കുന്നത് കോതമംഗലം ഒലിയപ്പുറം ഫാമിലിയിലാണ്. ഒലിയപ്പുറം കെന്നഡി പീറ്ററിൻ്റെ മകൻ ടോം പീറ്റർ കെന്നഡി, അദ്ദേഹം ഇംഗ്ലണ്ടിൽ വർക്ക് ചെയ്യുന്നു. MBAക്ക് ശേഷം സീനിയർ ബിസിനസ് അനലിസ്റ്റായിട്ട് അവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ മോള് പേൾ മരിയ ജോ. അവൾ വിശ്വജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് തന്നെ BTech ഫൈനൽ ഇയർ പഠിക്കുന്നു. ഞങ്ങളുടെ കല്യാണം 1995 ജൂലൈ മാസം 10-ാം തീയതി ആയിരുന്നു. അതിനുശേഷം പ്രകടമായ മാറ്റങ്ങളൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. അന്ന് കല്യാണം കഴിച്ചപ്പോൾ താഴത്തായിരുന്നു വീട്, ഈ എൻ്റെ പുറകെ കാണുന്ന സ്ഥലത്തായിരുന്നു വീട്. അതിനുശേഷം മുകളിലേക്ക് വീട് മാറ്റിപ്പണിതു. ഇതെനിക്ക് തോന്നുന്നത് 2004-ലോ 2005-ലോ എങ്ങാണ്ടാണ് പുതിയ വീട് പണിതത്. പിന്നെ മാതാപിതാക്കളെല്ലാം ഇവിടെയുണ്ട്. വരുമ്പോൾ ഒരു മരുമകന് കിട്ടേണ്ടതായ എല്ലാ സ്നേഹവും സഹകരണവും കിട്ടുന്നുണ്ട്. ഞങ്ങളുടെ ഒപ്പം ഇരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ചേട്ടൻ വേറൊരു കുടുംബത്തിലാണ് ജീവിക്കുന്നതെങ്കിലും എല്ലാ കാര്യത്തിലും ഞങ്ങൾ ഒരുപോലെയാണ് പെരുമാറുന്നത്. ആ ചേട്ടൻ്റെ മക്കളും ഞങ്ങളും ഒരുമിച്ചില്ലാത്ത ഒരു രംഗം ഇത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ഒരു പങ്കെടുപ്പിന് അവസരമുണ്ടെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് അവരോട് ആരോടും പറഞ്ഞില്ല. അപ്പോൾ അതിന് പല പ്രാവശ്യം ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിരിക്കുമ്പോഴും എപ്പോഴും വിളിച്ച് അന്വേഷിക്കുകയും രാത്രി ഞാനും കൂടി വരണോ എന്ന് എനിക്ക് ആരെങ്കിലും ഇവിടെ കൂട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വരണോ എന്ന് ചോദിക്കുകയും ഇടയ്ക്ക് വിശേഷങ്ങൾ അറിയാൻ കയറി വരികയും എല്ലാം ചെയ്യുന്ന ഒരു നല്ല സഹോദരനാണ്. അങ്ങനെ എല്ലാ തരത്തിലും
ഞങ്ങളെ അനുഗ്രഹിച്ച നല്ല ദൈവത്തിന് നന്ദി പറയുന്നു. ഇനിയുള്ള ജീവിതകാലം മുഴുവനും അങ്ങയുടെ മഹത്വം പാടിപ്പുകഴ്ത്തി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പേരക്കുട്ടികൾക്കൊപ്പം സമയം ചിലവഴിക്കുമ്പോഴാണ് ഇവർ ഏറെ സന്തുഷ്ടരാകുന്നത്. എൻ്റെ പേര് ജോർജ് എന്നാണ്. എൻ്റെ അപ്പച്ചനും അമ്മച്ചിയാണിത്, എൻ്റെ അനിയനും. അപ്പച്ചന് കൃഷിപ്പണിയോടൊക്കെ നല്ല താല്പര്യമാണ്. അപ്പച്ചൻ ടീച്ചറാണ്, റിട്ടയർ ചെയ്ത ആളാണ്. പക്ഷേ കൃഷിപ്പണിയോടൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആളാണ്. അപ്പം പറമ്പിലൊക്കെ പോകുമ്പോഴാണെങ്കിലും കുഞ്ഞിലെ ഞാനും കൂടെ പോകും. കാരണം അമ്മ തിരക്കാണ്, അപ്പയും വീട്ടിലുണ്ടാവാറില്ല. അപ്പം അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും കൂടെയാണ് ചെറുപ്പത്തിലൊക്കെ കൂടുതലും ഇങ്ങനെ എല്ലാത്തിലും കാര്യങ്ങൾ നടന്നിട്ടൊക്കെ ഉള്ളത്. അപ്പം ഏറ്റവും ചെറിയ കാര്യങ്ങൾ എല്ലാത്തിലും, ഇപ്പം ഇരിക്കുന്ന ഭക്ഷണം കഴിക്കാൻ പഠിപ്പിക്കുന്നത്, പുറത്തൂടെ രാവിലെ പള്ളി കൊണ്ടുപോകുന്നത്, കുരിശ് വരയ്ക്കാൻ പഠിപ്പിക്കുന്നത്. അമ്മച്ചി ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു, അപ്പച്ചൻ കണക്ക് മാഷായിരുന്നു. അപ്പം സ്കൂളിൽ ഈ ചെറിയ കോമ്പറ്റീഷനൊക്കെ നമ്മളിങ്ങനെ പ്രസംഗ മത്സരം, റെസിറ്റേഷൻ, അങ്ങനത്തെ മത്സരങ്ങളൊക്കെ പങ്കെടുക്കുമ്പം അതിനൊക്കെ എല്ലാ തരത്തിലും ആദ്യം പഠിപ്പിച്ചു തന്നുകൊണ്ടിരുന്നത് അമ്മച്ചിയാണ്. സ്കൂളിൽ എന്നെ കൊണ്ടുവിടും. ഇപ്പം മത്സരത്തിൻ്റെ സമയത്തൊക്കെ അമ്മച്ചി അവിടെ നോക്കി നിൽക്കും. അപ്പം സ്കൂളിൽ എല്ലാവർക്കും അറിയാം എന്നെ പഠിപ്പിക്കുന്ന അമ്മച്ചിയാണ്. അതുപോലെ അപ്പച്ചനാണ് എല്ലാ കാര്യത്തിലും അങ്ങനെ. ഞാൻ ഔസേപ്പച്ചൻ, അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും ഏറ്റവും ഇളയ കൊച്ചുമകനാണ്. എനിക്ക് ഓർമ്മയുള്ള അപ്പച്ചനാണ് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ആരോഗ്യമുള്ള മനുഷ്യൻ. അത് മാത്രമല്ല, ഞാൻ എന്തെങ്കിലും ഒരു ആവശ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും എങ്ങനെയാണെങ്കിലും അതെനിക്ക് ഒപ്പിച്ച് തരും, ഞാൻ എന്ത് ചോദിച്ചാലും. അമ്മച്ചി തന്നെ പ്രത്യേകം ചോദിക്കേണ്ട കാര്യമില്ല. എനിക്ക് ഇഷ്ടമുള്ള എന്നാന്ന് സ്വയം കണ്ടുപിടിച്ച് എങ്ങനെയാണെന്നറിയത്തില്ല എവിടെ നേരം കൊണ്ട് തന്നോളും. പിന്നെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്ത് അപ്പോൾ പറഞ്ഞു തരും. മാത്രമല്ല, അപ്പച്ചൻ്റെ അമ്മച്ചേരും രണ്ടുപേരുടെ പ്രാർത്ഥനകളുടെ മനോഭാവം വളരെ കൂടിയതാണ്. എനിക്ക് ഓർമ്മയുള്ളപ്പോൾ മുതൽ ഞങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥന 1 മണിക്കൂറോളം ഉണ്ട്. പക്ഷേ എനിക്ക് ഓർമ്മയുള്ളപ്പോൾ ഒരു 10-15 വർഷം മുമ്പ് മുതൽ അപ്പച്ചൻ ഈ പ്രാർത്ഥന മൊത്തം മുട്ടുകുത്തുന്നതാണ് ചെല്ലുന്നത്. എന്നെക്കൊണ്ടത് പറ്റില്ല, എനിക്ക് ആരോഗ്യമില്ലായിട്ടില്ല, പക്ഷെ എന്നെക്കൊണ്ടത് പറ്റില്ല. അമ്മച്ചിയാണെങ്കിലും ഏത് നേരം കൊന്തം പിടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അമ്മച്ചിക്ക് മാതാവിനോടുള്ള ഭക്തി വളരെ നല്ലൊരു ഭക്തിയാണ്. ഞങ്ങളോടൊക്കെ എപ്പോഴും പറയും, മക്കളെ കൊന്തം പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. എൻ്റെ പേര് എലിസബത്ത്. ഞാൻ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും ആദ്യത്തെ ഗ്രാൻഡ് ചൈൽഡാണ്. അതിൻ്റേതായ കൺസിഡറേഷൻ എനിക്ക് എപ്പോഴും ഈ വീട്ടിൽ വരുമ്പോൾ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി പറയണത് പ്രാർത്ഥനയുടെ കാര്യമാണ്. പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് അമ്മച്ചിയാണ്. അമ്മ പറഞ്ഞതുപോലെ സുഹൃതജപങ്ങളായിരുന്നു അമ്മച്ചി പണ്ട് തന്നുകൊണ്ടിരുന്നത്. പിന്നീട് വലുതാവും തോറും അത് വേറെ നല്ല നല്ല പ്രാർത്ഥനകളായി. പിന്നെ ജോലിക്ക് പോകുന്നതിന് മുന്നേ ചെല്ലേണ്ട പ്രാർത്ഥന, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ പോകുമ്പോൾ മുന്നേ ചെല്ലേണ്ട പ്രാർത്ഥന, പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, അങ്ങനെയെല്ലാം അമ്മച്ചി അതത് കാലങ്ങളിൽ തന്നിരുന്നു. അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും കാലവും എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അമ്മച്ചിയുടെ ദൈവാനുഗ്രഹം, അമ്മച്ചിയുടെ പ്രാർത്ഥനയും അപ്പച്ചൻ്റെ അനുഗ്രഹങ്ങളും ഒക്കെ കൊണ്ടാണ്. എൻ്റെ പേര് പേൾ. ഞാൻ എലിസബത്തിൻ്റെ അനിയത്തിയാണ്. വെക്കേഷൻ ടൈമിൽ, കുട്ടിക്കാലത്ത് വെക്കേഷൻ ടൈമിലാണ് അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയൊക്കെ അടുത്ത് നിന്നിരുന്നത്. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അമ്മച്ചിയാണെങ്കിൽ ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു. അപ്പം ആർട്സ് ഫെസ്റ്റൊക്കെ നടക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് റെസിറ്റേഷനോ സ്പീച്ചൊക്കെ പറയാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും പ്രാർത്ഥിച്ചാൽ നടക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ, അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥ, ഈ ജീവിതമെന്തിനു നാഥ. മാറിക സെൻറ് ജോസഫ് ഫൊറോന ഇടവകയുടെ വികാരി ഫാദർ മാത്യു കോണിക്കൽ ഒരു നല്ല ഇടയനായി ഇടവകയിലുള്ള എല്ലാ കുടുംബങ്ങളുമായി നല്ല ബന്ധം പുലർത്തുന്ന ഒരു നല്ല ഇടയൻ. ആ ഇടയൻ ഈ കുടുംബത്തെക്കുറിച്ച് പറയുന്നത് നമുക്ക് കേൾക്കാം. ജോർജ് സാറും ഭാര്യ റോസമ്മ ടീച്ചറും വളരെയേറെ വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെട്ട 2 വ്യക്തികളാണ്. ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ 2 കുട്ടികളെ ദൈവം ദാനമായിട്ട് നൽകി. ആ മക്കളെ 2 പേരെയും ഏറെ വിശ്വാസത്തിൽ വളർത്തുവാനായിട്ട്, വിശ്വാസത്തിൽ ആഴപ്പെട്ട ജീവിതം നയിക്കുവാനായിട്ട്
വളരെയേറെ ശ്രദ്ധിക്കുകയും അവരെ വിശ്വാസത്തിൻ്റെ ബാലപാഠങ്ങളെല്ലാം പഠിപ്പിച്ച് സത്യവിശ്വാസം നിലനിർത്തി ഈശോയുടെ ഉത്തമ സാക്ഷികളാക്കി മാറ്റുവാൻ തക്കവണ്ണം ജോർജ് സാറും റോസ്മ ടീച്ചറും വളരെയേറെ അധ്വാനത്തിൻ്റെയും ദൈവാശ്രയബോധത്തിൻ്റെയും ജീവിതം നയിച്ചവരാണ്. ദാമ്പത്യ ജീവിതത്തിൻ്റേതായിട്ടുള്ള അനുഭവങ്ങൾ, സന്തോഷവും ദുഃഖവും ഒക്കെ പങ്കുവെച്ച് അവർ ഇരുവരും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുമ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകൾക്കെല്ലാം വളരെ വലിയ ഒരു ശക്തിയും മാതൃകയുമാണ് അവരുടെ ജീവിതം. ആത്മീയ ജീവിതത്തിൻ്റെ ഉണർവും ഉന്മേഷവും ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും പുലർത്തിക്കൊണ്ട് ഈ കാലമത്രയും ജീവിക്കുവാനായിട്ട് സാധിച്ച ജോർജ് സാറിനും ഭാര്യ റോസ്മ ടീച്ചറിനും എല്ലാവിധ ഭാവങ്ങളും നന്മകളും നേരുന്നു. ഇന്നും ഈ കുടുംബത്തിൽ നിലനിൽക്കുന്ന ഐക്യത്തിന്റെ കാരണം ഈ മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ്. മീട്ടും സംഗീതം കുടുംബം ഒരു മനോഹര ഗാനം. തീന്മേശയിലും ഇവർ സ്നേഹത്തോടെ ഒന്നിക്കുന്നു, പങ്കുവയ്ക്കുന്നു. ഈ കൂടിച്ചേരൽ കുടുംബ ബന്ധങ്ങളെ ദൃഢമാക്കുകയാണ്. ഇതാണ് കരിമ്പടക്കുഴിയിൽ കുടുംബം സമൂഹത്തിനും ക്രൈസ്തവ കുടുംബങ്ങൾക്കും നൽകുന്ന മാതൃക. മീട്ടും സംഗീതം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കരുതാത്ത രണ്ട് വ്യക്തികളാണ് നമ്മുടെ മാതാപിതാക്കൾ. പക്ഷെ അവർ പ്രായമാകുമ്പോൾ മക്കൾ അവരെ അവഗണിക്കുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നിടത്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ മകനും മകളും അറിഞ്ഞിരിക്കേണ്ട ഒരു നല്ല സന്ദേശം തൃശൂർ അതിരൂപതയുടെ സഹായമെത്രാൻ അഭിവന്യ ടോണി നീലങ്കാവിൽ പിതാവ് ഇപ്പോൾ നൽകുന്നത് നമുക്ക് കേൾക്കാം. ഇത്രയും വർഷക്കാലം നമുക്ക് മുമ്പേ നടന്ന് വിശ്വാസത്തിൻ്റെ വഴികളിൽ തട്ടും മുട്ടും സന്തോഷവും കൃപകളും അനുഗ്രഹങ്ങളുമൊക്കെ സ്വീകരിച്ച് വലിയ അനുഭവ സമ്പത്തുള്ള മുതിർന്നവരെ, പ്രത്യേകിച്ച് നമ്മുടെ മുതിർന്ന മാതാപിതാക്കളെ കാണുമ്പോൾ കുടുംബ ബന്ധങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ആ അനുഭവങ്ങളുടെ മുമ്പിൽ ആദരവോടെയല്ലാതെ നിൽക്കുവാൻ സാധിക്കുകയില്ല. നമ്മുടെ നല്ല കുടുംബങ്ങളുടെ ജീവിതാനുഭവങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകും മുതിർന്ന മാതാപിതാക്കളെ ആദരിക്കുകയും സ്നേഹിക്കുകയും അവരെ കേൾക്കുവാൻ, എളിമയോടുകൂടെ കേൾക്കുവാൻ മനസ്സ് കാണിക്കുകയും ചെയ്യുമ്പോൾ കൈമാറിക്കിട്ടുന്നത് ദൈവത്തിൻ്റെ അനന്തമായ കൃപകൾ തന്നെയാണ്. അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ കൃപകളെ ജീവിതാനുഭവങ്ങളിലൂടെ അവർ നമുക്ക് കൈമാറുകയാണ്. അങ്ങനെയുള്ളൊരു കുടുംബം, അത് ദൈവകൃപയുടെ നിറസാന്നിധ്യമാണ്. പ്രിയ സഹോദരങ്ങളെ, ഒരു ആദർശ കുടുംബം വെറുതെ പറയുന്നതല്ല, ഭംഗിവാക്കല്ല. ഈ രണ്ട് മാതാപിതാക്കൾ 85 വയസ്സും 82 വയസ്സും ഉള്ള റിട്ടയേർഡ് അധ്യാപകരാണ് ഇവർ. അതുകൊണ്ട് തന്നെ എങ്ങനെ ജീവിക്കണം എന്ന് വ്യക്തമായ ബോധ്യമുണ്ട്. വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെട്ട് ആ വിശ്വാസം പ്രവൃത്തിയിലേക്ക് കൊണ്ടുവന്ന്, പ്രത്യേകിച്ച് സ്നേഹം എന്താണെന്ന്
കാണിച്ചു കൊടുത്ത ജീവിതം എത്ര അനുഗ്രഹപ്രദമായ ഒരു സൗഭാഗ്യകരമായ അനുഭവമാണ്. മക്കളെ 2 പേരെ ദൈവം നൽകി. ആ മക്കളെ 2 പേരെയും ദൈവത്തിനു വേണ്ടി വളർത്തി. നഷ്ടപ്പെട്ടില്ല. അവർ നല്ലവരായി വലിയവരായി വളർന്നു. ഇവരുടെ ജീവിതം മുഴുവൻ അവർക്ക് റോൾ മോഡലായി നിൽക്കുകയാണ്. ഇന്ന് എത്ര കുടുംബങ്ങളിലുണ്ട് മാതാപിതാക്കൾ റോൾ മോഡലായിട്ട്? പ്രത്യേകിച്ച് ഇപ്പോഴും വേർപിരിയാനാവാത്ത വിധം സ്നേഹത്തിൽ ആയിരിക്കുന്ന സഹോദരനും സഹോദരിയും. മരുമക്കൾ എന്നൊന്നില്ല ഇവിടെ, മക്കളേ ഉള്ളൂ. അതുപോലെ തന്നെ നാത്തൂമാരില്ല ഇവിടെ, സഹോദരിമാരേ ഉള്ളൂ. ആ മനസ്സോടുകൂടി മക്കൾ തമ്മിലും എന്തൊരു കൂട്ടായ്മയും സ്നേഹവും, എന്തൊരു സന്തോഷകരമായ ഒരു അനുഭവമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഈ മാതാപിതാക്കൾ 2 പേരും 57 വർഷങ്ങൾക്ക് മുമ്പ് ഒരുമിച്ച് തുടങ്ങിയ ആ യാത്ര ഇപ്പോഴും ഒരു മനസ്സോടെ ദൈവത്തിൻ്റെ പക്കലേക്ക് യാത്ര തുടരുന്നു. ദൈവത്തിൻ്റെ കരം പിടിച്ച്. അതിൻ്റെ സന്തോഷം ഈ കുടുംബത്തിനുണ്ട്. ഈ നല്ല മാതാപിതാക്കൾക്കും മക്കൾക്കും പേരക്കുട്ടികൾക്കും ദൈവാനുഗ്രഹം ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഗുഡ്നസ് ടിവിയുടെ ഒരു സ്നേഹ സമ്മാനം ഒത്തിരി സന്തോഷത്തോടെ നൽകുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇതോടുകൂടി മധുരം ജീവിത സായനം എന്ന ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച ദൈവം ഇറങ്ങി വസിക്കുന്ന ഒരു നല്ല കുടുംബത്തിൻ്റെ നല്ല വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്നേഹവചനമുണ്ട്. പ്രഭാഷകൻ 3-ാം അധ്യായം 6-ാം വാക്യം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതൃകാ കുടുംബങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി VC, ഫോൺ 9847719190. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഫോൺ 8111848719.